നമസ്കാരം. ക്യൂ മലയാളം UK ന്യൂസിലേക്ക് സ്വാഗതം. കേംബ്രിഡ്ജിന്റെ ആദ്യ ഏഷ്യൻ മേയറായി ബൈജു വർക്കി തിട്ടാല. നേരത്തെ കേംബ്രിഡ്ജിന്റെ ആദ്യ ഏഷ്യൻ ഡെപ്യൂട്ടി മേയർ എന്ന നിലയിൽ ബൈജു വർക്കി തിട്ടാല വാർത്തകളിൽ സ്ഥാനം പിടിച്ചിരുന്നു. നിരവധി സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ ബ്രിട്ടീഷ് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ശ്രദ്ധേയനായ വ്യക്തിയായി ബൈജു തിട്ടാല വളരെ നേരത്തെ തന്നെ അറിയപ്പെട്ടിരുന്നു. സാമൂഹിക നീതിയും സമത്വവും ഉറപ്പാക്കുന്നത് തന്റെ പ്രവർത്തനങ്ങൾ തുടർന്നും ഉണ്ടാവുമെന്ന് ബൈജു വർക്കി തിട്ടാല പറഞ്ഞു. എല്ലാവർക്കും താങ്ങാനാവുന്ന ഭവന പദ്ധതികൾ, സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുക, വിദ്യാഭ്യാസത്തിന് കൂടുതൽ നിക്ഷേപം വകയിരുത്തുക എന്നീ മേഖലകൾക്കായി മേയർ എന്ന നിലയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുകവലി നിരോധന ബിൽ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് മാറ്റിവെക്കും. വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പിനെ തുടർന്ന് പാർലമെന്റ് അടച്ചിടുന്നതിന് മുൻപ് നിയമം പാസാക്കുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകുന്നില്ല. പാർലമെന്റ് അടച്ചിടുന്നതിന് മുൻപ് ഏത് ബില്ലുകൾ പാസാക്കണമെന്ന കാര്യത്തിൽ സർക്കാരും പ്രതിപക്ഷ പാർട്ടികളും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പുകവലി നിരോധനം പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. ലീസ് ഹോൾഡ് ആൻഡ് ഫ്രീ ഹോൾഡ് പരിഷ്കരണ ബിൽ ഹൗസ് ഓഫ് ലോർഡ്സിൽ പാർലമെന്റ് പിരിച്ചുവിടുന്നതിന് മുൻപ് നിയമമായേക്കാം. ഗ്രാജുവേറ്റ് വിസ റൂട്ട് നിലനിർത്തുമെന്ന് UK സർക്കാർ സ്ഥിരീകരിച്ചു. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ബിരുദം നേടിയതിനു ശേഷം 2 വർഷത്തേക്ക് ജോലി ചെയ്യാൻ അനുവദിക്കുന്ന രാജ്യത്തെ ഗ്രാജുവേറ്റ് വിസ റൂട്ട് നിലനിർത്തുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. എന്നാൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്ന ഏജന്റുമാരെ നിയന്ത്രിക്കുന്നതിലും അവരെ റിക്രൂട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കും കർശനമായ മാനദണ്ഡങ്ങൾ കൊണ്ടുവരുന്നതിൽ ഹോം ഓഫീസ് ശ്രദ്ധ കേന്ദ്രീകരിക്കും. കഴിഞ്ഞ ആഴ്ച പ്രസിദ്ധീകരിച്ച മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾ അംഗീകരിക്കുമെന്ന് വ്യാഴാഴ്ചയാണ് പ്രഖ്യാപിച്ചത്. 2024 മാർച്ചിൽ അവസാനിച്ച വർഷത്തിൽ 1,16,455 ഇന്ത്യക്കാർക്ക് സ്റ്റുഡൻസ് വിസ അനുവദിച്ചിരുന്നു. ജോലി, പഠനം, പുനരധിവാസം എന്നിവയ്ക്കായി UK 1.3 ദശലക്ഷം വിസകൾ അനുവദിച്ചതായി റിപ്പോർട്ടുകൾ. 2023 മാർച്ചിലെ റെക്കോർഡ് 1.46 ദശലക്ഷത്തിൽ നിന്ന് ഈ കണക്ക് 10% കുറഞ്ഞത്. 2005 ഡേറ്റ ആരംഭിച്ചതിന് ശേഷമുള്ള 12 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ഏറ്റവും പുതിയ മൊത്തം വിസയുടെ അനുപാതം 46%. 2024 ജനുവരി മുതൽ മാർച്ച് വരെ മൊത്തം 2,16,421 വിസകൾ നൽകിയിട്ടുണ്ടെന്നും കണക്കുകൾ കാണിക്കുന്നു. ഇത് 2023 അപേക്ഷിച്ച് 26% കുറവാണ്. ബുധനാഴ്ച പ്രസിദ്ധീകരിച്ച പ്രത്യേക ഹോം ഓഫീസ് കണക്കുകൾ കാണിക്കുന്നത് ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസയിൽ UKയിലേക്ക് വരാനുള്ള അപേക്ഷകളുടെ എണ്ണം 3/4 കുറഞ്ഞതായാണ്. UKയിലെ നല്ലൊരു ശതമാനം വീടുകളിലെയും സ്മാർട്ട് മീറ്ററുകൾ ശരിയായി പ്രവർത്തിക്കുന്നില്ലെന്ന കണക്കുകൾ പുറത്തുവന്നു. സിറ്റിസൺസ് അഡ്വൈസിൽ നിന്നുള്ള കണക്കുകൾ അനുസരിച്ച് ശരിയായി പ്രവർത്തിക്കാത്ത ഗ്യാസ്, ഇലക്ട്രിസിറ്റി സ്മാർട്ട് മീറ്ററുകളുടെ എണ്ണം സർക്കാർ കണക്കുകൾ സൂചിപ്പിക്കുന്നതിലും കൂടുതലാണെന്നാണ്. ഇത് മൊത്തം സ്മാർട്ട് മീറ്ററുകളുടെ 20% മുതൽ 30% വരെ ആയിരിക്കുമെന്നാണ് കണക്കാക്കുന്നത്. സ്മാർട്ട് മീറ്ററുകളിലെ തകരാറും സാങ്കേതിക വിദ്യയിലെ പ്രശ്നങ്ങളും കുടുംബങ്ങൾക്ക് സ്മാർട്ട് മീറ്ററുകളിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുകയാണെന്ന് ചാരിറ്റി പറഞ്ഞു. സർവേയിൽ പങ്കെടുത്ത 31% ആൾക്കാരും അവരുടെ സ്മാർട്ട് മീറ്ററുകളുടെ ഡിസ്പ്ലേക്ക് പ്രശ്നമുണ്ടെന്നാണ് രേഖപ്പെടുത്തിയത്. ഡിപ്പാർട്ട്മെന്റ് ഫോർ എനർജി സെക്യൂരിറ്റി, നെറ്റ് സീറോ എന്നിവയിൽ നിന്നുള്ള വിവരങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ വർഷം വരെ 3.98 മില്യൺ സ്മാർട്ട് മീറ്ററുകളാണ് ശരിയായി പ്രവർത്തിക്കാത്തത്. UKയിലുടനീളമുള്ള 4,000 ഗാർഹിക ഊർജ്ജ ഉപഭോക്താക്കളെ ഉൾപ്പെടുത്തി 2023 ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ നടത്തിയ സർവേയിലാണ് ഈ വിവരങ്ങൾ പുറത്തുവന്നത്. കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും സിറ്റി ബൈപ്പാസിൽ മണിക്കൂറുകളോളം കുടുങ്ങി വാഹനങ്ങൾ. കനത്ത മഴയും വെള്ളപ്പൊക്കവും വ്യാഴാഴ്ച വൈകുന്നേരം എഡിൻബറോയിൽ ഗതാഗത തടസ്സമുണ്ടാക്കി. 36 മണിക്കൂറിനുള്ളിൽ പെയ്ത മഴ A720 ബൈപ്പാസ് ഡ്രഗോണിൽ ഇരുദിശകളിലേക്കും അടച്ചു. നൂറുകണക്കിന് വാഹനങ്ങൾ മണിക്കൂറുകളോളം കുടുങ്ങി. വെള്ളപ്പൊക്കം പ്രിൻസസ് സ്ട്രീറ്റ് ഗാർഡൻസ് അടച്ചിടാനും മറ്റ് റോഡുകളിൽ തടസ്സമുണ്ടാക്കാനും ഇടയാക്കി. സ്കോട്ട്ലൻഡ് പോലീസ് ഡ്രൈവർമാരോട് പ്രദേശം ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ചു. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.